Hi students, welcome to Learnino. നമ്മൾ പവർ സിസ്റ്റത്തിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. A power system experiences a corona loss of 1 kilowatt per kilometer per phase at a frequency തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കൊറോണ ലോസ് തന്നിട്ടുണ്ട് PC1. എത്ര PC1? PC1 ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി F1 എന്ന് പറയുന്നത് നമുക്കിവിടെ 50 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ഫ്രീക്വൻസീസ് ഇൻക്രീസ് ടു 100 ഹെർട്സ് ആകുമ്പോൾ കൊറോണ ലോസിൽ വരുന്ന ചേഞ്ച് എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് ഓൾറെഡി അറിയാം PC എന്ന് പറയുന്ന കൊറോണ ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F+25 ആണ് വരിക. ഈ ഫോർമുലയുടെ പേരാണ് പീക്സ് ഫോർമുല. F+25 ആണ്. സോ PC1 by PC2 is directly proportional to F1 plus 25 by F2 plus 25. F2 plus 25 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി F1 F2 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. F2 തന്നിട്ടില്ല. PC1 ഉം F1 ഉം തന്നിട്ടുണ്ട്. സോ ആ സ്ഥലത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. PC1 is equal to 1 എന്ന് കൊടുക്കുക, F1 is equal to 50 എന്ന് കൊടുക്കുക, F2 is equal to 100 എന്ന് കൊടുക്കുക. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ we will get the answer as D ആണ്. 1.667 കിലോ വാട്ട് per kilometer per phase ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. For a transmission line experiencing, ഇപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ട്രാൻസ്മിഷൻ ലൈൻ ആണ്? ഷോർട്ട് ആണോ, മീഡിയം ആണോ, ലോങ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് അസ്യൂം ചെയ്യാം അതൊരു ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. ഇറ്റ്സ് എ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണെന്ന് അസ്യൂം ചെയ്യാം. Then experiencing severe power surges എന്ന് പറഞ്ഞിട്ട് what type of relay offer the most accurate reliable fault detection and isolation പറ്റുന്ന റിലേ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മോ റിലേ ആണ്. അതിനെ നമുക്ക് ഇറ്റ് ക്യാൻ ബി ഓൾസോ സെഡ് ആസ് വൈ റിലേ അല്ലെങ്കിൽ അഡ്മിറ്റൻസ് റിലേ എന്ന് പറയുന്നത് ഈ റിലേ തന്നെയാണ്. ഇറ്റ് ക്യാൻ ബി ഓൾസോ കോൾഡ് ആസ് വൈ റിലേ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഡയറക്ഷണൽ റിലേ ആണ്. നമുക്ക് സിവിയർ ഇറ്റ് വിൽ ഗീവ് ഗുഡ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് പവർ സ്വിങ്സിനും സർജസിനും എഗെയിൻസ്റ്റ് ആയിട്ട് നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നതാണ്. ഓൾറെഡി പറഞ്ഞല്ലോ, ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് അഡ്മിറ്റൻസ് റിലേ എന്ന് പറയുന്നതും ഈ മോ റിലേ തന്നെയാണ്. വേണമെങ്കിൽ ചില കേസുകളിൽ സീമെൻസ് റിലേ എന്നും നമുക്ക് പറഞ്ഞ് കാണാറുണ്ട്. So the synchronous machine has a per unit impedance of 0.4 specific voltage. If we select a new base voltage that is 2 times higher എന്ന് പറഞ്ഞിരിക്കുന്നത്. So new base voltage എന്ന് പറയുന്നത് 2 times higher ആണ്. So VB new എന്ന് പറയുന്നത് VB new എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്താ? 2 times VB old ആണ്. Old ആണ്. നമുക്ക് വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? Z per unit impedance. Per unit impedance ഓൾഡ് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? ഇറ്റ്സ് 0.4 ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പെർ യൂണിറ്റ് ഇംപിഡൻസ് ന്യൂ ആണ്. പെർ യൂണിറ്റ് ഇംപിഡൻസ് ന്യൂ ഈസ് ഈക്വൽ ടു പെർ യൂണിറ്റ് ഇംപിഡൻസ് ഓൾഡ് ഇൻറ്റു MVAB ന്യൂ ബൈ MVAB, അത് അപ്പാരന്റ് പവർ ആണ് കേട്ടോ. MVAB ഓൾഡ് ഇൻറ്റു KVB, ഇവിടെ ന്യൂ അല്ലേ വരുന്നത്, ഇവിടെ ന്യൂ ആണെങ്കിൽ അടുത്തത് ഇവിടെ ഓൾഡ് ആയിരിക്കും. KVB ഓൾഡ് ബൈ KVB ന്യൂ ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിനെ നമ്മൾ ഹോൾ സ്ക്വയർ ചെയ്യണം. ഓക്കെ, നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. Z per unit ഓൾഡ് എത്ര തന്നിരിക്കുന്നത്? ഇറ്റ്സ് 0.4 ആണ് വരിക ഇൻറ്റു MVAB അപ്പാരന്റ് പവറിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. KVB ഓൾഡ് എത്രയാണ്? KVB അല്ലെങ്കിൽ VB ബേസ് വോൾട്ടേജിനെ കുറിച്ച് തന്നെ പറയുന്നത്. ഓൾഡ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ
ഇവിടുത്തെ ന്യൂ വാല്യൂ എന്തായിരുന്നു? 1 ആണെങ്കിൽ ന്യൂ വാല്യൂ വിൽ ബി 2 ആയിരിക്കും, അതിന്റെ സ്ക്വയർ ആയിരിക്കും. സോ ഇറ്റ്സ് ഈക്വൽ ടു 0.4/4 ആയിരിക്കും വരുന്ന ആൻസർ, വിച്ച് ഈസ് ഈക്വൽ ടു 0.1. സോ അവർ ആൻസർ ഈസ് 0.1 ആണ്. ഓപ്ഷൻ ഈസ് ബി. The Ferranti effect describes a phenomenon of long overhead transmission lines ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം ആ വാക്ക്. Ferranti effect, long overhead transmission line. When is the Ferranti effect most likely to occur? എപ്പോഴാണ് ഈ Ferranti effect ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ when the line is lightly loaded അല്ലെങ്കിൽ no loaded. ലോങ് ട്രാൻസ്മിഷൻ ലൈന് ലൈറ്റ്ലി ലോഡഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നോ ലോഡ് കണ്ടീഷനിലാണ് ഫെറാൻഡി എഫക്ട് ഉണ്ടാകുക. എന്താണ് ഫെറാൻഡി എഫക്ട്? ഫെറാൻഡി എഫക്ട് നമ്മുടെ ലൈൻ കപ്പാസിറ്റൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് ആകുമ്പോൾ ഈ കപ്പാസിറ്റൻസ് എഫക്ട് കാരണം നമ്മുടെ റിസീവിംഗ് എൻഡിൽ കിട്ടുന്ന വോൾട്ടേജ് ഈ സെൻഡിങ് എൻഡിൽ കിട്ടുന്ന വോൾട്ടേജിനെക്കാട്ടിലും വളരെ കൂടുതലായിരിക്കും. Receiving end voltage will be greater than the sending end voltage due to the line capacitance in long transmission lines ആണ് കേട്ടോ, overhead transmission lines. ഇതിനാണ് ഫെറാൻഡി എഫക്ട് എന്ന് പറയുന്നത്. The line to ground fault occurs on a power system. The current in the faulted phase 300 ആംപിയർ ആണ്. What will be the zero sequence current എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയൊരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ LG ഫോൾട്ട് ആണ് അല്ലെ. ഇറ്റ്സ് ആൻ LG ഫോൾട്ട് ആണ്. സെക്കൻഡ് വൺ, ദി ഫോൾട്ട് കറന്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? ഫോൾട്ട് കറന്റ് ഈസ് ഈക്വൽ ടു 300 ആംപിയേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. 300 ആംപിയേഴ്സ് ആണ് ഫോൾട്ട് കറന്റ്. സോ LG ഫോൾട്ട്, ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ കേസിൽ ഒരു ഫോൾട്ട് ഒക്കർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സീറോ സീക്വൻസ് കറന്റും പോസിറ്റീവ് സീക്വൻസ് കറന്റും നെഗറ്റീവ് സീക്വൻസ് കറന്റും വിൽ ബി ഈക്വൽ ടു 1/3 ഓഫ് ദ ഫോൾട്ട് കറന്റ് ആയിരിക്കും. മൂന്നും പോസിറ്റീവ് സീക്വൻസ്, സീറോ സീക്വൻസ് ആൻഡ് ദ നെഗറ്റീവ് സീക്വൻസ് കറന്റ് വിൽ ബി ഈക്വൽ ടു 1/3 ഓഫ് ദി ഫോൾട്ട് കറന്റ് ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 300/3 ആണ് അല്ലെ. 300/3 ഈസ് ഈക്വൽ ടു 100 ആംപിയേഴ്സ് ആയിരിക്കും. സോ ആൻസർ ഈസ് ഡി ആണ്. ഗിവൺ ഡീറ്റെയിൽസ് നോക്കാം. ഇറ്റ്സ് എ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് അത് പറഞ്ഞ ഇറ്റ്സ് LG ഫോൾട്ട് ആണ് അല്ലെ. 3 ഫേസ് സിസ്റ്റം ആണ് വരിക. പിന്നെ തന്നിരിക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അൺഗ്രൗണ്ടഡ് ന്യൂട്രൽ ആണ്. ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ്, ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഫേസ് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 11 kV എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫേസ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 11 kV എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലൈൻ ടു ഗ്രൗണ്ട്, സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിൽ ന്യൂട്രൽ അൺഗ്രൗണ്ടഡ് ആണെങ്കിൽ അതിന്റെ കേസിൽ വാല്യൂ ഓഫ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി വോൾട്ടേജ് ഓഫ് ദി ഹെൽത്തി ഫേസസ്. ഹെൽത്തി ഫേസിലുള്ള വോൾട്ടേജ് ഉണ്ടല്ലോ അത് റൈസസ് ടു ലൈൻ വോൾട്ടേജ്. അൺഗ്രൗണ്ടഡ് ന്യൂട്രലിൽ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് നടത്തുമ്പോൾ ഹെൽത്തി ഫേസസിലുള്ള വോൾട്ടേജ് വിൽ റൈസ് ടു ലൈൻ വോൾട്ടേജ്, ലൈൻ ടു ലൈൻ വോൾട്ടേജ് വരെ റൈസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ലൈൻ ഹെൽത്തി ഫേസിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? വിച്ച് വിൽ ബി ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു √3 into V ഫേസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു √3 into ഓൾറെഡി നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ തന്നെ തന്നിരിക്കുന്നത് 11 kV. സോ ദി ആൻസർ ഈസ് ബി ആണ്. Next question. What is the critical factor that determines the stability of the power system? Small disturbance ഉള്ള കേസുകളിൽ അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്കുകളാണ്. ഒന്ന് ക്രിട്ടിക്കൽ ഫാക്ടർ, വേറൊന്ന് സ്മോൾ ഡിസ്റ്റർബൻസ്. വരുമ്പോൾ ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്നാണ് ചോദ്യം. ആൻസർ സിസ്റ്റം ഇനേർഷ്യ ആണ്. സിസ്റ്റം ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താ? അത് നമ്മുടെ റൊട്ടേറ്റിംഗ് മാസസ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ മോട്ടോഴ്സിന്റെ എബിലിറ്റി ആണ്. എന്തിന്? ടു റെസിസ്റ്റ് സ്മോൾ ചേഞ്ച് ഇൻ സ്പീഡ്. സ്പീഡിൽ ചെറിയ ചേഞ്ച് വരുന്നത് പോലും റെസിസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ ഒരു എബിലിറ്റിയാണ്, റൊട്ടേറ്റിംഗ് മാസിന്റെ എബിലിറ്റീസിനാണ് നമ്മൾ സിസ്റ്റം ഇനേർഷ്യ എന്ന് പറയുന്നത്. അങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫ്രീക്വൻസിയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കുഞ്ഞ് ഓസിലേഷൻസ് അല്ലെങ്കിൽ വരുന്ന ഓസിലേഷൻസിനെ ഡാംപ് ചെയ്യാനും കഴിയുന്നു. ഓക്കെ, അപ്പൊ സിസ്റ്റം ഇനേർഷ്യ ആണ് ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ.
കാരണം നമ്മുടെ ചോദ്യത്തിൽ സ്മോൾ ഡിസ്റ്റർബൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വേറെ ലോഡ് പവർ ഫാക്ടറും ഫോൾട്ട് ഡ്യൂറേഷനും ഫ്രീക്വൻസി ഡീവിയേഷനും എല്ലാം ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ ഈ ചോദ്യത്തിൽ ദി മോസ്റ്റ് ആപ്റ്റ് ആൻസർ ഈസ് സിസ്റ്റം ഇനർഷ്യ. Why does the voltage across the disk of a string of suspension insulators with identical disk differ even though they are connected in series? ഇത് സ്ട്രിംഗ് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചോദ്യം എന്താ, സീരീസ് ആയിട്ടാണ് ഒരേപോലെയുള്ള ഡിസ്കുകൾ കണക്ട് ചെയ്തിട്ടെങ്കിലും അവയുടെ ഇടയിലുള്ള അല്ലെങ്കിൽ അവർക്ക് അക്രോസ് വരുന്ന വോൾട്ടേജ് ചേഞ്ച് ആയി കാണും, അല്ലെങ്കിൽ ഡിഫർ ചെയ്ത് കാണുന്നു. എന്താണ് അതിന് കാരണം എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിയേ, നമ്മുടെ സ്ട്രിംഗ് എഫിഷ്യൻസി നമ്മൾ പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് കപ്പാസിറ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഒന്ന് നമ്മൾ വെക്കുന്ന ഡിസ്ക് ആണ്, സീരീസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന കപ്പാസിറ്റർ. ഇത് നമ്മുടെ ലൈൻ കണ്ടക്ടർ ആണെന്ന് വിചാരിച്ചോളൂ. ലൈൻ കണ്ടക്ടർ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വലന്റ് ആയിരിക്കും, സി തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ടവർ ഉണ്ടല്ലോ, ഈ ടവറിൽ നിന്നിട്ട് ഈ നമ്മുടെ കണ്ടക്ടേഴ്സിലോട്ട് വേറൊരു കപ്പാസിറ്റൻസ്, അവിടെയുള്ള ഒരു എയറിന്റെ എഫക്റ്റ് കാരണം നമുക്കൊരു കപ്പാസിറ്റൻസ് എഫക്റ്റ് കിട്ടുന്നുണ്ട്, C1 എന്ന് പറയുന്നത്. ആ കപ്പാസിറ്റൻസിന് നമ്മൾ എന്താ പറയുക, ഷണ്ട് കപ്പാസിറ്റൻസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രേ കപ്പാസിറ്റൻസ് എന്ന് പറയും. അപ്പൊ ഈ ഒരു വോൾട്ടേജ്, ഈ ഒരു സ്ട്രേ കപ്പാസിറ്റൻസിന്റെ ഈ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് കാരണം നമ്മുടെ ഈ ഓൾറെഡി ഉള്ള സീരീസ് കപ്പാസിറ്റൻസിന്റെ ഇടയിലുള്ള വോൾട്ടേജിൽ മാറ്റം വരുന്നു. ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജിന് അത് കാരണമാകുന്നു. So the answer is B ആണ്, the shunt capacitance to the ground. Shunt capacitance can be also called as stray capacitance അല്ലെങ്കിൽ ഗ്രൗണ്ട് കപ്പാസിറ്റൻസ്, എർത്ത് കപ്പാസിറ്റൻസ് എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. String efficiency is an important consideration for designing transmission lines. Why is it important to have a high string efficiency എന്നാണ് ചോദ്യം. അപ്പൊ ഈ ട്രാൻസ്മിഷൻ ലൈൻസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ സ്ട്രിംഗ് എഫിഷ്യൻസി എന്ന ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് സ്ട്രിംഗ് എഫിഷ്യൻസി എപ്പോഴും ഹയർ ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഒരു AC സിസ്റ്റംസ് ആണെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ യൂഷ്വലി നമ്മുടെ AC സിസ്റ്റംസ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻസ് കാര്യങ്ങളെല്ലാം AC-യിലാണ്. അപ്പം AC സിസ്റ്റത്തിന് ഒരു 80 to 85% ആയിരിക്കും നമുക്ക് സ്ട്രിംഗ് എഫിഷ്യൻസി ആയിട്ട് കിട്ടുന്നത്. ഒരു DC സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു 100% സ്ട്രിംഗ് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഹൈ സ്ട്രിംഗ് എഫിഷ്യൻസി വേണമെന്ന് പറയാൻ കാരണം, ഇറ്റ് എൻഷുവേഴ്സ് എ മോർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജ് സ്ട്രെസ് അക്രോസ് ദ ഡിസ്ക് ആണ്. ഓരോ ഡിസ്കും ഇടയിലും വോൾട്ടേജ് സ്ട്രെസ്, ഒരു ഡിസ്കില് വോൾട്ടേജ് സ്ട്രെസ് വരുന്നുണ്ട് അല്ലെ, വോൾട്ടേജ് കാരണം സ്ട്രെസ് വരുന്നുണ്ട്. ആ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ഇപ്പൊ അൺഈവൺ ആയിട്ടാണ് ഡിസ്കിന് അക്രോസ് വോൾട്ടേജ് സ്ട്രെസ് വരുന്നതെങ്കിൽ അത് ഫൈനലി കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ ഡിസ്ക് ബ്രേക്ക് ഡൗൺ ആകാനും ഫെയിലിയർ ആകാനും ഒക്കെ കാരണമാകും. അപ്പൊ എപ്പോഴും നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്കൊരു ഇങ്ങനെയാണ് നമ്മുടെ ടവർ ഇരിക്കുന്നത് അല്ലെ, ഇങ്ങനെയായിരിക്കും ടവർ ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ സീരീസ് കപ്പാസിറ്റൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. ഇവിടെ ആയിരിക്കും നമ്മുടെ ലൈൻ കണ്ടക്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. ഇതിനിടയിൽ നമുക്ക് ഷണ്ട് കപ്പാസിറ്റൻസുകൾ ഉണ്ടാകും. സീരീസ് കപ്പാസിറ്റൻസ് CC എന്നായിരിക്കും. അപ്പൊ സ്ട്രിംഗ് എഫിഷ്യൻസി എപ്പോഴും എന്താ, സ്ട്രിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിംഗ് ആണ്. ഈ സ്ട്രിംഗിന് അക്രോസ് ഉള്ള ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിംഗ്. ഇനി ഈ ഫസ്റ്റ് കപ്പാസിറ്റൻസിന് അക്രോസ് V1 ആണ് വോൾട്ടേജ് എങ്കിൽ സെക്കൻഡിന് V2 ആണ് വോൾട്ടേജ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഈ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ N into V3 ആണ്, N into V2 ആണ് നമ്മുടെ സ്ട്രിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് V ബൈ ഇവിടെ N എത്രയാണ്, എത്ര നമുക്ക് സീരീസ് ഡിസ്കുകൾ വരുന്നുണ്ട്, CC എന്ന് പറയുന്ന 2 എണ്ണമാണ് അല്ലെ. സോ 2 into ഈ ലാസ്റ്റ് ഡിസ്കിന് അക്രോസ് ഉള്ള അല്ലെങ്കിൽ ലൈൻ കണ്ടക്ടറിന് അടുത്തുള്ള വോൾട്ടേജ് എത്രയാണ്, V2 ആണ്, V2. അപ്പൊ ഇങ്ങനെ സ്ട്രിംഗ് എഫിഷ്യൻസി എപ്പോഴും കൂടുതലാക്കി വെക്കുന്നതിലൂടെ
ഓരോ കപ്പാസിറ്ററിന് അക്രോസുമുള്ള വോൾട്ടേജ് സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ഒരുവിധം ഈക്വൽ ആക്കി നിർത്താൻ പറ്റും. അപ്പോൾ ഒരു കപ്പാസിറ്ററിൽ മാത്രം വരുന്ന സ്ട്രെസ് കുറയും. അത് ഫൈനലി നമുക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്നതിൽ നിന്നിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇൻസുലേഷൻ ഫെയിലിയറിൽ നിന്നിട്ടും നമ്മുടെ സിസ്റ്റത്തിനെ രക്ഷിക്കും അല്ലെങ്കിൽ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. SF6 circuit breakers are widely used in high voltage applications. What is the primary reason for this preference over other types of breakers? അപ്പോൾ നമ്മുടെ സൾഫർ ഹെക്സാഫ്ലൂറൈഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ കൂടുതലായി ഉപയോഗിച്ച് കാണുന്നു. എന്താണ് വേറെ ബ്രേക്കറിൽ നിന്ന് ഇത് ഇങ്ങനെ പ്രിഫറൻസ് കൊടുക്കാൻ കാരണം, കൂടുതലായി ഉപയോഗിക്കാൻ കാരണം എന്താണ് ചോദ്യം. അതിന് കാരണം ഓപ്ഷൻ സി ആണ്. ദി സുപ്പീരിയർ ഇൻസുലേറ്റിംഗ് ആൻഡ് ആർക്ക് ക്വെഞ്ചിങ് പ്രോപ്പർട്ടീസ്. ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നമുക്കറിയാം. ആർക്ക് ക്വെഞ്ചിങ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ആർക്ക് വരുമ്പോൾ ആ ആർക്കിനെ പെട്ടെന്ന് ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ആർക്കിനെ ക്വെഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി ഈ നമ്മുടെ SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സിന് കൂടുതലാണ്. എന്താണ് കാരണം? കാരണം ഈ SF6 ഗ്യാസ് ഉണ്ടല്ലോ, അതിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് 2.9 ടൈംസ്. അറ്റ്മോസ്ഫിയർ പ്രഷറിലുള്ള SF6 ഗ്യാസിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈസ് 2.9 ടൈംസ് ദാറ്റ് ഓഫ് ദി എയർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഡെൻസിറ്റി ഈസ് ഓൾമോസ്റ്റ് 6 times ആണ്. 6 times that of the air. ഒന്നുകൂടി പറയാം. അതിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദി SF6 ഗ്യാസ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടീഷനിൽ 2.9 times that of the air ആണ്. അതുപോലെ തന്നെ ഡെൻസിറ്റി ഈസ് 6 times that of the air ആണ്. ഈ പ്രോപ്പർട്ടീസ് ആണ് അതിനെ നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യാനും ഒരു ആർക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് ക്വെഞ്ച് ചെയ്യാനുമുള്ള പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കാരണമാണ് അതിനെ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്.